ശരി ശ്രീ യുവരാജ് ഗോകുൽ, ഇവിടെ ഇതുവരെ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം എടുത്തു പറഞ്ഞുകൊണ്ടുള്ള പ്രതിരോധമാണ് തീർത്തുകൊണ്ടിരിക്കുന്നത്. അത് സ്വർണ്ണക്കടത്ത് കേസിൽ ഉൾപ്പെടെ ലൈഫ് മിഷൻ അങ്ങനെ ഒട്ടേറെ കേസുകളുണ്ടല്ലോ. പക്ഷെ ഇവിടെ എനിക്ക് തോന്നുന്നത് അതിനേക്കാൾ അപ്പുറത്തേക്ക് ഒരു കുറ്റപത്രത്തിന്റെ രീതിയിലേക്ക്, അത് SFIയുടെ ഭാഷയിൽ പറഞ്ഞാൽ കോടതിയിൽ കൊടുക്കുന്ന കംപ്ലൈന്റ് രജിസ്റ്ററിംഗ് ആണ്. അതും കഴിഞ്ഞ് ഇനി സമൻസിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ കുറെ ഗൗരവമുള്ളതാണ്. ആദ്യമായിട്ടാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ സംസ്ഥാന സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട ആർക്കെതിരെയെങ്കിലും, അതിപ്പോൾ ഒരു ഉദ്യോഗസ്ഥനെതിരെയാണെങ്കിൽ നേരത്തെ അങ്ങനെ നടന്നിരുന്നുവല്ലോ, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തന്നെ ഓഫീസിലെ ഉദ്യോഗസ്ഥനെതിരെ പോലും അന്വേഷണം വന്നതാണ്. അപ്പോൾ ഇവിടെ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ ഈ കേസിൽ SFIയുടെ അന്വേഷണം കുറ്റപത്രത്തിന്റെ രീതിയിൽ വരെ എത്തി വിചാരണയിലേക്ക് കടക്കുന്ന ഘട്ടമായതുകൊണ്ട് ഗൗരവമാണ് എന്നാദ്യമായിട്ട് കേന്ദ്ര ഏജൻസിയുടെ ഒരു അന്വേഷണം തോന്നിപ്പോവുകയാണ്. ഇതിലും മുന്നോട്ട് പോകുമോ എന്നുള്ള കാര്യമാണ് ഇനി അറിയേണ്ടത്. പക്ഷേ അതിൽ ഇനി അന്വേഷണ ഏജൻസികൾക്ക് വലിയ പങ്കുണ്ടോ എന്ന് തോന്നുന്നില്ല. കാരണം ബാക്കിയുള്ള കാര്യങ്ങൾ നടക്കേണ്ടത് കോടതിയിലാണല്ലോ. അല്ല മഞ്ജുഷ, അതിനകത്തൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്. വെച്ച് കഴിഞ്ഞാൽ ഇത് ആദ്യത്തെ കേസല്ല. ഇതിന് മുമ്പുള്ള കേസ് സ്വർണ്ണക്കടത്ത് കേസായാലും ശരി തന്നെയാണ്, ഡോളർ ആ കടത്ത് ആ സംഭവം വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എപ്പിസോഡിലായിരുന്നാലും ശരി തന്നെയാണ്. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ ശിവശങ്കരൻ, അദ്ദേഹം എത്ര ദിവസമാണ് ജയിലിൽ കിടന്നത്, എത്ര മാസമാണ് ജയിലിൽ കിടന്നതെന്നുള്ള കാര്യം നമ്മൾ കണ്ടതാണ്. അവിടെ കൃത്യമായിട്ടും അന്വേഷണ ഏജൻസികൾക്ക് ഒരു ചാർജ് ഷീറ്റ് സമർപ്പിക്കുവാനും അന്വേഷണം മുമ്പോട്ട് കൊണ്ടുപോകാനും ഒക്കെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സാധിച്ചിട്ടുണ്ട്. അത് മുഖ്യമന്ത്രി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ സ്ഫിയറിൽ കൃത്യമായിട്ട് എത്തുന്നതിന് ഈ പറയുന്ന ശിവശങ്കരൻ്റെ എല്ലാം ഏറ്റെടുക്കൽ, ഞാനാണ് ഇതെല്ലാം ചെയ്തത് എന്ന് പറയുന്ന ഒരു ഏറ്റെടുക്കൽ കാരണം ഒരു തടസ്സം വന്നിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. കാരണം അതൊരു ഗൂഢാലോചന കേസാണ് തെളിയിക്കേണ്ടത്. അതിൻ്റെ ഏറ്റവും ടോപ്പ് നമ്പർ 2-ലൊക്കെ നിൽക്കുന്ന ഒരാൾ ഞാനാണ് ഇതെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് അതിൻ്റെ പുറത്തേക്ക് പോവുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. എനിക്ക് തോന്നുന്നു അന്വേഷണ ഏജൻസികൾക്ക് അതാണെന്ന് തോന്നുന്നു ഒരു ബുദ്ധിമുട്ട് നേരിട്ടിട്ടുള്ളത്. ഇവിടത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കേസ് വേറെയാണ്. ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് നമ്മുടെ മുമ്പിൽ ഒരു എവിഡൻസ് ഉള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഇൻകം ടാക്സിൻ്റെ ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡ് അവർ ഈ പറയുന്ന വീണ വിജയൻ്റെ എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനിയും അതുപോലെ തന്നെ CMRL ഉദ്യോഗസ്ഥരെ രണ്ടുപേരെയും ചോദ്യം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന ട്രാൻസാക്ഷൻ നടന്നിരിക്കുന്നു, 1.72 കോടിയുടെ ട്രാൻസാക്ഷൻ നടന്നിരിക്കുന്നു വിത്തൗട്ട് എനി സർവീസ് ആണെന്നുള്ള കാര്യം വളരെ ബ്ലേറ്റൻ്റ് ആയിട്ട് നമ്മുടെ മുമ്പിൽ എവിഡൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ എന്തിന് ഈ പറയുന്ന ഇങ്ങനെ ഒരു ഇല്ലാത്ത സർവീസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന എമൗണ്ട് വാങ്ങി എന്നുള്ളതാണ്. നമുക്കറിയാം മണി ലോണ്ടറിങ് നടക്കുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഷെൽ കമ്പനികൾ ഉണ്ടാക്കി വയ്ക്കുക, എന്നിട്ട് ഇല്ലാത്ത സർവീസിൻ്റെ പേരിൽ അവർക്കത് കൊടുത്തു എന്ന് പറയുക, ഇങ്ങനെ ബ്ലാക്കിനെ വൈറ്റ് ആക്കുന്ന പരിപാടിയാണ്. അല്ല എന്നുണ്ടെങ്കിൽ അവർ മറ്റെന്തെങ്കിലും സേവനം മറ്റെവിടെയെങ്കിലും ചിലപ്പോൾ ചെയ്തു കൊടുത്തിട്ടുള്ളതിന് അതിനവർക്ക് മേടിക്കേണ്ട പൈസ ചിലപ്പോൾ ബ്ലാക്ക് ആയിട്ട് കിട്ടേണ്ടതായിരിക്കും, ഇവർക്കത് വൈറ്റ് ആയിട്ട് ആവശ്യം ഉണ്ടായിരുന്നിരിക്കും. അപ്പോൾ അതുകൊണ്ട് അതിനെ വൈറ്റ് ആയിട്ട് മേടിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം വളരെ എവിഡൻ്റ് ആയിട്ട് നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ താങ്കൾ ഇപ്പോൾ പറഞ്ഞത് കുറ്റപത്രം നമുക്ക് അതിന്റെ വിവരങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ഏത് രീതിയിലേക്ക് അന്വേഷണം എത്തി നിൽക്കുന്നുണ്ട് എന്ന് തീർച്ചയായിട്ടും ഈ സേവനത്തിന്റെ കാര്യത്തിൽ ഇവർ പ്രതിരോധം തീർക്കുമ്പോൾ തന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ എംപവർ ഇന്ത്യ ലിമിറ്റഡിൽ നിന്നുള്ള പണം അത് വീണ്ടും വന്നിരിക്കുന്നതായിട്ടാണ് ഏത് രീതിയിലേക്ക് അന്വേഷണം പോയിട്ടുണ്ട് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും അത് വരും ദിവസങ്ങളിൽ നമുക്ക് അറിയേണ്ട കാര്യം തന്നെയാണ്. അപ്പോൾ അന്വേഷണ ഏജൻസികളെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ കേസിൽ അവർ ഒരു സ്ഥലത്ത് വന്ന് സ്റ്റക്കായി പോയി എന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ കേസിൽ അവർക്ക് കുറച്ചുകൂടി മുമ്പോട്ടേക്ക് കയറി പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇനി ഇവിടെയും വീണ ഇത് മുഴുവനും താനാണ് ചെയ്തത്, താൻ ഇത് ബ്ലാക്ക് വൈറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞ് ഏറ്റെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ CPIയുടെ ബിനോയ് വിശ്വം പറഞ്ഞതുപോലെ തന്നെ മുഖ്യമന്ത്രി അവിടെ അതൊരു പ്രത്യേകം വ്യക്തിയാണ്, മകൾ ചെയ്ത തെറ്റിന് അച്ഛനെ പഴിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറയാം. പക്ഷെ നമ്മുടെ മുമ്പിലും മറ്റൊരു ഉദാഹരണമുണ്ട്. ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെയാണ് നമ്മുടെ ശ്രീ കോടിയേരി ബാലകൃഷ്ണന്റെ വിഷയം എടുത്തിട്ടത്. ബിനോയ്ക്കെതിരായിട്ടും ബിനീഷിനെതിരായിട്ടും ആരോപണം വരുന്ന സമയത്ത് അതിനകത്ത് കോടിയേരി ഇൻവോൾവ് ആയിരുന്നില്ല. അത് പക്ഷേ എന്നിട്ട് പോലും കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടി സെക്രട്ടറി എന്ന് പറയുന്ന തന്റെ പദവിയിൽ നിന്ന് മാറി നിൽക്കുവാനുള്ള മാന്യത രാഷ്ട്രീയ കേരളത്തിൽ കാണിച്ചിരുന്നു എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. പക്ഷേ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ മകളുടെ കമ്പനിയിൽ ഇത്രയും വലിയൊരു ഇടപാട് നടന്നിട്ട് ഈ പറയുന്ന CMRL എന്ന് പറയുന്ന കമ്പനിക്ക് IT റിലേറ്റഡ് ആയിട്ടുള്ള യാതൊരു വർക്കുമില്ല എന്ന് നമുക്ക് ഉറപ്പുള്ളപ്പോൾ പോലും അവിടെ IT റിലേറ്റഡ് സർവീസ് കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ പറ്റിക്കുന്ന രീതിയിൽ, അതായത് നമുക്ക് പച്ചയ്ക്ക് കാണുന്ന ഏതൊരാൾക്കും മനസ്സിലാകുന്ന തലത്തിലുള്ള ഒരു വലിയ തട്ടിപ്പ് അവിടെ നടത്തിയിരിക്കുന്നത് അത് മുഖ്യമന്ത്രിക്ക് തന്നെ വന്നിട്ടുള്ള ഒരു ബ്രൈബാണ് എന്നുള്ള കാര്യം എവിഡൻ്റ് ആണ്. അപ്പോൾ അദ്ദേഹത്തിന് അതിൽ നിന്നും ഒരിക്കലും മോറലി ആയിക്കൊണ്ട് പോട്ടെ അല്ലാണ്ട് പൊളിറ്റിക്കലി ആയിക്കൊണ്ട് പോട്ടെ അദ്ദേഹത്തിന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്നുള്ളത്. നിലവിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ അനുസരിച്ച് മുഖ്യമന്ത്രിക്ക് ധാർമ്മികമായിട്ട് ഇക്കാര്യത്തിൽ ധാർമ്മികമെന്നല്ല, ധാർമ്മിക ഉത്തരവാദിത്വം ഇപ്പൊ കോടിയേരി ബാലകൃഷ്ണൻ നമുക്ക് പറയാം. നിയമപരമായിട്ട് മുഖ്യമന്ത്രിയെ കണക്ട് ചെയ്തിട്ടില്ലല്ലോ. അല്ല, നിയമപരമായി കണക്ട് ചെയ്തിട്ടില്ല.
പാടില്ല എന്ന് എങ്ങനെയാ പറയാ? ഇൻകം സെറ്റിൽമെന്റ് ബോർഡിന്റെ ആ ഒരു ഇതുണ്ടായിരുന്നല്ലോ, വിധി ഉണ്ടായിരുന്നല്ലോ, അതിനകത്ത് അവർ പറയുന്നുണ്ട് ഈ പറയുന്ന കമ്പനിക്ക്, എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനിക്ക്, വീണ തൈക്കണ്ടി എന്ന് പറയുന്ന വ്യക്തിക്ക് വന്നിരിക്കുന്ന പൈസ ഒരു പ്രോമിനന്റ് പൊളിറ്റീഷ്യൻ ഉള്ള പൈസയാണ് എന്ന് അതിന്റെ വിധിയിൽ പറയുന്നുണ്ടല്ലോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് എന്തെങ്കിലും ഒരു ധാർമ്മികത അവശേഷിച്ചിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അദ്ദേഹം ആ നിമിഷം രാജിവെക്കേണ്ടതായിരുന്നു. പക്ഷെ അദ്ദേഹം ഇപ്പോഴും കടിച്ചു തൂങ്ങി കിടക്കുകയാണ്. CPM-നകത്തുള്ള എല്ലാവരെയും അദ്ദേഹം പറയുന്നത് ഇത് തനിക്കെതിരെയുള്ള ആക്രമണമാണ് എന്ന് മുഖ്യമന്ത്രിയും CPM പറയുന്നത്. അതുകൊണ്ടാണ് പക്ഷേ വ്യക്തമാണ്. കാരണം അദ്ദേഹത്തിനെ ആക്രമിക്കുവാൻ വേണ്ടിയിട്ടുള്ള എവിഡൻസ് എല്ലാവരുടെയും മുമ്പിൽ എത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം അദ്ദേഹത്തിന് വ്യക്തമാണ്. സ്വാഭാവികമായി